ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എന്താണോ മാർക്കറ്റിൽ നടന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള അതേ ഗ്രാവിറ്റിയിലുള്ള ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. ഇന്ന് 25,243 എന്ന ലെവലിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണിച്ച നിഫ്റ്റി പിന്നീട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതെ ഗ്രാജുവലായിട്ട് താഴോട്ടേക്ക് വന്നിട്ട് 25,062 നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ നിഫ്റ്റി 25,200 മുകളിൽ ക്ലോസ് ചെയ്ത് ഒരു പോസിറ്റിവിറ്റി കാണിച്ചിരുന്നെങ്കിലും പക്ഷേ ഇന്നലത്തെ ആ ഒരു നിഫ്റ്റിയുടെ ശക്തമായ മൂവിൽ പോലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വമ്പിച്ച സെല്ലിംഗ് ആണ് നടത്തിയത്. 4,250 കോടിയുടെ ഒരു സെല്ലിംഗ് അവർ നടത്തിയിരുന്നു. ഇത് ഈ മാസത്തെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉയർന്ന നെറ്റ് സെല്ലിംഗ് ആണ്. ജൂലൈ 11 ഇവർ ഇതിനു മുമ്പ് 5,000 കോടിയുടെ ഒരു സെല്ലിംഗ് നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും FIIസിന്റെ ഈ ഒരു തുടർച്ചയായ സെല്ലിംഗ് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ മാർക്കറ്റ് ഡൗൺ ആകാൻ ഒരു കാരണമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ബ്രിട്ടനും ഇന്ത്യയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രേഡ് ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാർക്കറ്റ് ഒരു ഓപ്റ്റിമിസം ഉണ്ടായിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ മാർക്കറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയും UK തമ്മിൽ ഒരു ട്രേഡ് ഡീൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ലണ്ടനിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഡീൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രൊഡക്റ്റുകളായിട്ടുള്ള ടെക്സ്റ്റൈൽസ്, ഫുട്വെയർ, ജംസ് ആൻഡ് ജ്വല്ലറി, ഫേർണിച്ചർ, ഓട്ടോ പാർട്സ്, കെമിക്കൽസ്, മെഷീനറീസ്, സ്പോർട്സ് ഗുഡ്സ് പോലെയുള്ള ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് UK-യിൽ 0 താരിഫായിരിക്കും ഇനി മുതൽ ഉണ്ടാകുക. ഇതിനു മുമ്പ് 4% മുതൽ 16% വരെ താരിഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകൾക്കും വിസ്കി പോലെയുള്ള ആൽക്കഹോളിക് ബീവറേജസിനും ഇമ്പോർട്ട് ടാക്സിൽ ഇളവുകൾ നൽകും എന്നാണ് ഈ ഡീലിൽ പറയുന്നത്. അപ്പോൾ ഈ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും UK-യും തമ്മിലുള്ള ആ ഒരു ട്രേഡ് അത് ഏകദേശം $120 ബില്യൺ ആയിട്ട് 2030 ഉയരുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. അത് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് നേരെ ഡബിൾ ആയിട്ടുള്ള ഒരു വർധനവ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു വാർത്ത മാർക്കറ്റിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. അത് കൂടാതെ ഇന്ന് മാർക്കറ്റിന് ഏറ്റവും അധികം താഴോട്ടേക്ക് വലിച്ചത് നിഫ്റ്റി IT ഇൻഡെക്സ് ആണ്. അത് 2.21% ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇത്രയധികം നിഫ്റ്റി IT ഇൻഡെക്സ് താഴോട്ട് പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണമായത് 2 സ്റ്റോക്കുകളുടെ റിസൾട്ടായിരുന്നു. പെർസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെയും കോഫോജിൻ്റെയും റിസൾട്ടുകൾ. അപ്പോൾ ആ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ 8 സ്റ്റോക്കുകളും ക്രാഷ് ആയതായിട്ട് കാണാം. അവിടെ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസും വിപ്രോയും മാത്രമാണ് ഒരുവിധം പിടിച്ചു നിന്നത്. ഇപ്പോൾ കോഫോജിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എബിറ്റ മാർജിൻ 12.7% മാത്രമാണ് ഉണ്ടായത്. ഇത് എക്സ്പെക്ടേഷനേക്കാൾ വളരെ താഴ്ന്ന ഒരു എബിറ്റ മാർജിനാണ്. അതാണ് ആ സ്റ്റോക്കിൽ ഒരു സെൽ ഓഫ് ഉണ്ടാകാൻ ഒന്നാമത്തെ കാരണം. ഇത് കൂടാതെ കോഫോജിൻ്റെ ഫ്രീ ക്യാഷ് ഫ്ലോ നെഗറ്റീവിലാണ് ഉണ്ടായത്. അതിന് കാരണമായത് അവർ ഒരു $62 മില്യൺ ഒരു ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ കോഫോജ് പൊതുവെ ഒരു അസറ്റ് ലൈറ്റ് മോഡലാണ്. അതിപ്പോൾ അസറ്റ് ഹെവി മോഡലായിട്ട് മാറുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഒരു കുറവ് വരും എന്നുള്ള ഒരു ആശങ്ക പൊതുവെ ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രാഷാണ് കോഫോജിൽ ഉണ്ടായത്. ഇതുപോലെ പെർസിസ്റ്റൻസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവരുടെയും ഗ്രോത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സ്ട്രീറ്റ് എസ്റ്റിമേഷനെ മീറ്റ് ചെയ്യുന്നതിൽ പെർസിസ്റ്റൻസ് സിസ്റ്റം പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ ഇവരുടെ കോൺട്രാക്ട് ഡീൽ വിന്ന് ചെയ്യുന്ന കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ക്വാർട്ടറും ഈ ക്വാർട്ടറുമായിട്ട് കാണുമ്പോൾ അത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇവർ വിൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് $517 മില്യൺ ഒരു ഡീലാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ $520 മില്യൺ തന്നെ നിൽക്കുകയാണ്. അവിടെ വലിയ തോതിലുള്ള ഒരു ഡിമാൻഡ് മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ ഇല്ല എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് ഡൗൺ ആകാൻ കാരണം ഈ 2 സ്റ്റോക്കുകളും ഹൈ പിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. തീർച്ചയായിട്ടും ഹൈ പിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ആനുപാതികമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ആ സ്റ്റോക്കുകളിൽ വലിയ ക്രാഷ് ഉണ്ടാകും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ 2 സ്റ്റോക്കുകൾ നമ്മളിപ്പോൾ കാണുന്നത്. ഇതുകൂടാതെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ നേരിയ തോതിലുള്ള ഒരു അങ്കാലാപ്പ് സൃഷ്ടിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് ട്രംപിൻ്റെ ഫെഡറൽ റിസർവിലേക്ക്, അതായത് അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിലേക്ക് ട്രംപിൻ്റെ ആ ഒരു വിസിറ്റ് വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. അപ്പോൾ അദ്ദേഹം അവിടേക്ക് പോകുന്നത് അവിടെയുള്ള ഫെഡ് റിസർവ് മെമ്പേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. അവർ ജെറോം പവലിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാണത്. അപ്പോൾ ഇത് അമേരിക്കയുടെ ആ ഒരു പരമ്പരാഗതമായിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിടയിൽ ഇങ്ങനെ പ്രസിഡന്റ് ഈ സെൻട്രൽ ബാങ്കിലേക്ക് ഈ രീതിയിൽ വിസിറ്റ് നടത്തുന്നത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ പൊതുവെ സെൻട്രൽ ബാങ്കിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം അല്ല അതിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസിനെ ബഹുമാനിച്ചു കൊണ്ടുള്ള ഒരു സമീപനമാണ് എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും സ്വീകരിക്കാറുള്ളത്. എന്നാൽ ട്രംപ് ഏറെ വ്യത്യസ്തനാണ്. അദ്ദേഹം
നമുക്കറിയാം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ട് പ്രശസ്തനായ ആളാണ്. ഏതായാലും ഇത് അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലൊക്കെ ചെറിയ ചലനം ഉണ്ടാക്കിയിട്ട് ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ് ഒക്കെ ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാം. ഇതുകൂടാതെ ഇന്ത്യ US ട്രേഡ് ഡീലിന്റെ ആ ഒരു ഫൈനൽ സെറ്റിൽമെന്റ് ഓഗസ്റ്റ് 1 വരില്ല എന്ന ഒരു ക്ലിയർ പിക്ചറാണ് നിലവിലിപ്പോൾ മാർക്കറ്റിൽ വരുന്ന മീഡിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഈ ഡയറി അഗ്രികൾച്ചർ മേഖലയിൽ വലിയ പിടിവാശി കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡീലിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിലവിൽ US ഡെലിഗേഷന് ഇനിയും ഇന്ത്യയിലേക്ക് വരികയാണ് പുതിയ ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൂടുതൽ നീണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 25,050 കോൾ സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 25,100 അപ്പോൾ നിഫ്റ്റിയുടെ ഒരു റേഞ്ച് 25,000 കുടുങ്ങിക്കിടക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് മറ്റൊരു സ്റ്റോക്ക് വലിയൊരു ക്രാഷ് കാണുന്നത് IEX ആണ്. 2 പ്രാവശ്യം ലോവർ സർക്യൂട്ട് അടിച്ചുകൊണ്ട് താഴോട്ടേക്ക് പോയി. ഫൈനലായിട്ട് 27% ഒരു ഫോളോഡ് കൂടിയാണ് നമുക്ക് IEX ഫൈനലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം IEX എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൽ എപ്പോഴും മാർക്കറ്റ് കപ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ വലിയ തോതിലുള്ള ക്രാഷ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ള ഈ രീതിയിലുള്ള ക്രാഷ് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഒഫീഷ്യലായിട്ടുള്ള ന്യൂസാണ്. കാരണം സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഫോർമലായിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഘട്ടം ഘട്ടമായിട്ട് ഈ മാർക്കറ്റിംഗ് കപ്ലിംഗ് നടത്തുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡേ അഹെഡ് മാർക്കറ്റിലുള്ള ഇലക്ട്രിസിറ്റി ട്രാൻസാക്ഷൻ ഇനി അവിടെ പ്രൈസ് തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കുമെന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് കപ്ലിംഗ് വാർത്തയാണ് IEXനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത്. നമുക്ക് IEX എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആവശ്യക്കാരും ഇലക്ട്രിസിറ്റി വിൽക്കുന്നവരും മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് IEXൻ്റെ പ്ലാറ്റ്ഫോം. ഇതുകൂടാതെ മറ്റ് ഇലക്ട്രിസിറ്റി എക്സ്ചേഞ്ചുകളും ഉണ്ട്. പക്ഷേ ഇവിടെ IEXൻ്റെ വോളിയം വളരെ ഹൈ ആയതിനാൽ ആ പ്രൈസ് തീരുമാനിക്കുന്നത് IEX ആയിരിക്കും. അപ്പോൾ അവർക്ക് നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസ് കസ്റ്റമേഴ്സിന് നൽകാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൊണോപ്പൊളി IEXൽ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ തകരാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ് പ്രൈസ് നിശ്ചയിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയാലും അത് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല, ഒരേ പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് IEXൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ വലിയ തോതിൽ ബാധിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് IEXൽ ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഫ്യൂച്ചറിൽ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് എക്സ്ചേഞ്ചുകൾ വന്നാലും ഈ രീതിയിലുള്ള പ്രൈസ് ഡിസ്കവറി വന്നാലും നന്നായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ IEX തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ക്രാഷിലും അവർ തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ആശ്വാസകരമായിട്ടുള്ള ഒരു റാലി നടന്നത് PSU ബാങ്കിങ് സ്റ്റോക്കുകളിലാണ്. PSU ബാങ്ക് ഇൻഡെക്സ് 1.24% ഇന്ന് ഒരു റാലി നടന്നു. പക്ഷേ ആ റാലിയെ നയിച്ചത് 2 സ്റ്റോക്കുകളാണ്. ഒന്ന് കാനറ ബാങ്കും മറ്റൊന്ന് ഇന്ത്യൻ ബാങ്കുമാണ്. അപ്പോൾ കാനറ ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരുന്നു. റിസൾട്ട് ഇയർ ഓൺ ഇയറിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 23% വർധന ഉണ്ടായിരുന്നു, സെയിൽസിൽ 8% വർധനവും. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പ്രോഫിറ്റിൽ ഒരു ഡിപ്പ് ഉണ്ടായതായിട്ടും കാണാം. എന്നാൽ ഇവിടെ കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോസ് NPA കുറഞ്ഞത് അതിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി എന്നതിൻ്റെ ലക്ഷണമായി കണക്കാക്കിക്കൊണ്ടാണ് ആ സ്റ്റോക്കിൽ ഇപ്പോൾ റാലി നടന്നത്. കാരണം പല ബാങ്കിങ് സ്റ്റോക്കുകളും നമുക്കറിയാം അവരുടെ അസറ്റ് ക്വാളിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് റിസൾട്ടുകൾ സൂചിപ്പിച്ചത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ കാനറ ബാങ്കിൽ ഒരു റാലി നടന്നു. ഇതേ സംഭവം തന്നെ ഇന്ത്യൻ ബാങ്കിൽ നടന്നു. അതിൻ്റെയും റിസൾട്ട് സിംഗിൾ ഡിജിറ്റ് ആണെങ്കിലും അവിടെയും ഗ്രോസ് NPA കുറഞ്ഞതായിട്ട് കാണാം. 3.09% 3.01 ആയിട്ട് കുറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയും അസറ്റ് ക്വാളിറ്റിയിൽ ഒരു ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആ ബാങ്കിനെയും തുണച്ചിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിലുള്ള റാലിയാണ് ഇന്ന് ഈ 2 സ്റ്റോക്കുകളും ഉണ്ടായത്. അത് മൊത്തം PSU ബാങ്കിങ് ഇൻഡെക്സിനെ മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ ഇന്ന് ഹൈലൈറ്റിൽ കാണുന്നത് ബജാജ് കൺസ്യൂമർ കെയർ ആണ്. ഈ ബജാജ് കൺസ്യൂമർ കെയർ അവരുടെ ഷെയറുകൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങുവാൻ ഉദ്ദേശിക്കുകയാണ്. 64.34 ലക്ഷം ഷെയറുകളാണ് ഇവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം 4.69% അവരുടെ ടോട്ടൽ ഈക്വിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് കാണാം. അപ്പോൾ ഇവർ ബൈബാക്കിനായിട്ട് നിശ്ചയിച്ചുള്ള പ്രൈസ് എന്ന് പറയുന്നത് 290 നിലവിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 245 എന്നുള്ള പ്രൈസ് ലെവലാണ്. അപ്പോൾ അവിടെ 18% ഒരു പ്രീമിയത്തിലാണ് ഇവർ ബൈബാക്ക് നടത്തുന്നത്. അപ്പോൾ ഒരു ബൈബാക്ക് അത്തരത്തിൽ പ്രൊമോട്ടേഴ്സ് വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നല്ല വില കൊടുത്ത് വാങ്ങുമ്പോൾ, ആ സ്റ്റോക്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതാണ് ഇന്ന് ആ സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. എങ്കിലും ഈ ബൈബാക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ആ ഡേറ്റും കൂടി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഈ സ്റ്റോക്കിൽ ഒരു റാലി ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു 18% റാലി എന്തായാലും ഈ സ്റ്റോക്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.